നീ എന്താ ചോട്ടു പറയാണ്ട് പെട്ടെന്ന് ഇങ്ങ് പോന്നെ? നീ അല്ലെങ്കിൽ വിളിച്ചിട്ടല്ലേ വരാറ്? ഇതെന്താ നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നെ? നീ എന്താണ് ഒന്നും മിണ്ടാണ്ട് എന്തെങ്കിലേക്ക് എന്താ പറയണോ? ഫ്രാങ്കിൻബായിയോട് ദേഷ്യത്തില, അതുകൊണ്ടാണെന്ന് ഞാൻ പറയാത്തെ. നീ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടണം? ഫ്രാങ്കിൻബായി എന്നെ അന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞായിരുന്നില്ല ഇന്നത്തെ പ്രേതത്തിനെ കാണിക്കാൻ. എന്നിട്ട് ഫ്രാങ്കിൻബായി എന്നെ ഇതുവരെ കൊണ്ടുപോയോ? അതിന് അങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞതല്ലേ, ഇന്ന് കൊണ്ടുപോകണം. ഒന്ന് തന്നെ കൊണ്ടുപോകണം. എന്നാലും തന്നെ ഉണ്ടായേക്കും. എനിക്ക് വേറെന്താ പണി? നമുക്കെന്നാ പോയി കണ്ടിട്ട് വരാം. വേറെന്തൊക്കെ ന്യൂസൊക്കെ കേട്ടായിരുന്നു ഞാൻ. അവിടെ ഉൽക്കമഴ പെയ്യുന്നു പണ്ടൊക്കെ ഞാൻ കേട്ടാണ്. 12 മണിക്ക് ഉൽക്കമഴ പെയ്യുന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. നീ ഇതേപോലെ അറിയണ്ടോ? ഇന്ന് തന്നെ പോകണം അങ്ങോട്ട്. പറഞ്ഞു പോയി, ഇന്ന് തന്നെ പോകണം. എനിക്കെന്നാ പോയി അതൊന്ന് കാണണമെന്നുണ്ട്. എന്നാ ചോട്ടു നീ കയറ്, നമുക്കെന്നാ പോയി നോക്കിയിട്ട് വരാം. എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ നീ എന്റെ ചേച്ചിയോട് പറഞ്ഞിട്ട് ഈ കടയിൽ എങ്ങനെ പോണേ? നീ പോണത് ആര് വരുമോ? കണ്ടോ, ഇത്ര ദൂരം നമുക്ക് പോകണം. നീ മിണ്ടാണ്ട് ഇരുന്നോണം. നമ്മളേലും പെണ്ണേലും മഴ 2 ദിവസം ലേറ്റ് ആവും. ചേച്ചി എന്തെങ്കിലുമൊക്കെ എന്നെ പറയുമാവും. നമ്മുടെ കാറ് പിന്നെ എന്റെ പുതിയ കാറാണ്. 2 ദിവസമായാലും ഇറക്കിയിട്ട്. അതാണ് ആദ്യമായിട്ട് ഞാൻ ഇതുവരെ മാറാത്ത. ഇവിടെ നിന്ന് അത്യാവശ്യം കിലോമീറ്ററൊക്കെ ഉണ്ട്. നീ മിണ്ടാണ്ട് എൻ്റെ കൂടെ ഇരുന്നോളണം. നീ പിന്നെ എപ്പോഴും വരാറൊന്നുമില്ലല്ലോ. നിന്റെ ചേച്ചി എൻ്റെ അടുത്തേക്ക് അങ്ങനെ പറഞ്ഞു വിടില്ലല്ലോ. ഞാൻ നിന്നെ ചീത്തയാക്കുവാണല്ലോ നിന്നെ പറയണ എൻ്റെ ചേച്ചി. എന്തായാലും നമ്മുടെ സ്ഥലത്താളായിട്ടുള്ള മേടി തന്നെയാണ്. അവിടെ കുറേ ക്യാമറയിട്ട് ആളുകളുണ്ടാവും. നീ അവരായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ കിട്ടടാകും. ഇല്ല ഫാമിലി, ഞാൻ അവരോട് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഫാമിലി ഉണ്ടായിരുന്നാൽ മതി. ഞാൻ മിണ്ടുവൊന്നുമില്ല. നീ അവരുടെ പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി. പിന്നെ ഇവിടെ ക്യാമ്പിങ് മാത്രമേ ഉള്ളൂ. മേളിലാണ് പ്രേതമൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് രാത്രിയായിട്ട് മേലിട്ടൊക്കെ കയറി ആവില്ല. അത്ര വാടക കിടക്കാണ്ടില്ല. നമ്മുടെ കാർ തിരിച്ചു വരുമ്പോൾ അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. നീ വാടക കിട്ടുന്നു പോയി നോക്കാം. കണ്ടു ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ട് ഇപ്പോഴേ. നമുക്ക് ക്യാമ്പൊക്കെ അടിച്ച ഒരു ദിവസം നമുക്ക് പ്ലാൻ ചെയ്യാം. ഇവിടെ ഒന്ന് നോക്കാം. ലീവ് നോക്കടെ കേട്ട് പോകുന്നത്. ലീവ് നോക്കിക്കേ. ഇതെന്താണ് പതിയെ നടന്നു തന്നെ? വേദന നീ നടന്നു വാങ്ങി. നല്ല വീടുണ്ടല്ലോ. ഫ്രാങ്ക് തന്നെ നേരത്തെ ഇവിടെ ഒന്നും കൊണ്ടുവരാറില്ല. എൻ്റെ ചേച്ചിയും കൊണ്ടുവരില്ല, ഞാൻ മാത്രം. ഞാൻ കൊണ്ടുവരാടാ. എൻ്റെ ചേച്ചി എൻ്റെ അടുത്തേക്ക് തന്നെ വിടാറില്ലല്ലോ. വിട്ടാലല്ലേ എന്നെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്തായാലും കുറച്ച് ഇരുട്ടട്ടെ, നമുക്ക് നേരിട്ട് പോവാം. ക്യാമ്പൊന്നും അടിക്കാനുള്ള സമയമില്ല. ഇപ്പൊ തന്നെ കുറച്ച് മണിയായ നേരിട്ട് പോവാം. നമുക്കിപ്പോ തന്നെ ഇരുട്ടും. പിന്നെ അതൊക്കെ ആവുമ്പോൾ നീ നിന്നെ തന്നെ നോക്കണം. ഞാൻ എന്തായാലും ഓടും, നീ നിന്നെ തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് വലിയ നേരിട്ട് കയറി പോവാം. ഇവിടെ മീറ്റിംഗ് എന്തിനാ? ഇത് ചുറ്റി തുടങ്ങി. രാത്രി നമ്മൾ കയറി എത്തുമ്പോഴേക്കും 12 മണിക്ക് പ്രേതമൊക്കെ വരും. പിന്നെ ഉൽക്കമഴ വരുമോന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ നാട്ടുകാർ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. നീ എനിക്കിങ്ങനെ പതിയെ നീ ഇങ്ങനെ ഓടി പെട്ടെന്ന് കയറി പോവാം. നല്ല മേളിൽ പെട്ടെന്ന് എത്തുള്ളൂ. കൊണ്ട് വീട്ടിൽ പോകണ്ട. നിന്റെ ചേച്ചി അവിടെ വന്ന് രാവിലെ നിൽക്കുമായിരിക്കും നമ്മുടെ അടുത്ത്. പെട്ടെന്ന് കയറി പോവാം. പുറകെ തന്നെ അപ്പൂപ്പൻ നിന്നൊക്കെ തരുവാണ്. പെട്ടെന്ന് കയറി പോവാം. എൻ്റെ മേളക്കാറായി. എന്താ നല്ല ഓടണം. കുറേ പേര് ഓടണ്ടല്ലേ. ഉൽക്കമഴ പെയ്യുമെന്ന് പറഞ്ഞാലായിരിക്കും എല്ലാവരും ഓടണം. നമുക്ക് നോക്കാം. ഇതൊക്കെ നാട്ടുകാരിക്കുമ്പോൾ പറയാൻ മാത്രമേ ഉള്ളൂ. ഞാൻ കേട്ടിട്ടുള്ളൂ. ഇതൊന്നും സത്യമാണെന്ന് പോലും നമുക്കറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. നീ പോരതെ പോരെ. നീലൊക്കെ നോക്കാം. നീ പുറകെ തന്നെ വരണ്ടല്ലോ അങ്ങോട്ട്. നീ അങ്ങോട്ട് നോക്കിക്കോ. അവിടെ പ്രേതം തന്നെ. നേണ്ട ചോട്ടു, പ്രേതത്തിനെ കണ്ടോന്നു. നമ്മളൊന്നും ചെയ്യില്ല എന്നൊക്കെ തോന്നണം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടുത്തേക്ക് പോയി നോക്കാം. നീന്താ അകത്തോട്ട് പോകണം. എനിക്ക് പേടിയാവുണ്ട്. നീ പേടിക്കണ്ട. നീ എന്റെ പുറകില്ല. നീ പോരെ. പ്രേതത്തിനൊക്കെ ഉണ്ടോ? അത് വിശ്വസിക്കാം. അപ്പൊ ഉൽക്കമഴയും സത്യമായിരിക്കുമോ ചോട്ടു? നിനക്കെന്ത് തോന്നണം? ഉൽക്കമഴ സത്യമായിരിക്കുമോ? ഉണ്ടാവില്ല. എനിക്ക് തോന്നണം മഴ പെയ്യുണ്ടല്ലോടാ ചോട്ടു. നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടേ എത്തില്ല. നമുക്കൊന്ന് അടുത്തേക്ക് പോയി നോക്കാം. മഴ പെയ്ത ഉൽക്കമഴ വരുമോ? മഴയത്ത് ഇങ്ങനെ ഉൽക്കമഴ വന്നില്ലേ? നീ
ഇങ്ങനത്തെ ഒരു കട കൂട്ടും. ഇതൊക്കെ റിയലാണ്. എന്നാലും ഒഴിക്ക മഴ വരാനുള്ള സാധ്യതയില്ല. അല്ല ഒരു എല്ലാം എന്റെ കൂടെ ഒന്ന് പിടിച്ചോ. നീ ഇങ്ങനെ എന്നോണ്ടാണ് ഞാനിങ്ങനെ ചീത്തയാവുന്നത്. നീ ശരിയും കണ്ടോ? നമുക്ക് നാളെ പോയി നോക്കാം. അവിടെ ഉണ്ട് ചോറിൽ വേവിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം അവിടെ സംഭവം എന്താ. എന്താ ശബ്ദമൊക്കെ കേൾക്കണം. എടോ ചോട്ട് സത്യമാണ്. ഉൽക്കമഴ ഓടിക്കണോ ഓടണം. ഫ്രണ്ടിട്ട് ഓടിക്കോ. ഇവിടെ നിറച്ച് ഉൽക്ക വീണു. നിക്കാണ്ട് ഓടണ ഓടി രക്ഷപ്പെടാൻ നോക്ക്. നീ ഞാൻ ചുമ്മാ നിക്കല്ലേ. ഓടി രക്ഷപ്പെട്ടോ. നിങ്ങളോടെയും തനി രക്ഷപ്പെട്ടാ മതി. ചോട്ടു നീ ഓടിക്കേ. നീ എവിടെ ചോട്ടു? ചോട്ടു ഞാനിവിടെ നിന്നാ നീ തീരി പോരെ. ഇപ്പൊ തന്നെ തീരും. പേരത്തിന്റെ അടുത്തൊന്ന് മാറി നിന്നാ മതി. ഇപ്പൊ തന്നെ തീരും. എല്ലാം കഴിഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞതേ കാണാൻ വരണ്ട. ഇതൊക്കെ എത്ര സത്യാണോ? എന്തായാലും സത്യം എന്ന് പറഞ്ഞല്ലോ. അത് തന്നെ ധാരാളം. ഇനി പോവാനുള്ളതോ ശരി പോവാ. നീ പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും എന്റെ ചേച്ചിയോട് പറയുന്നത് കേട്ടോ. ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ വന്നേ. സത്യം പറ. അത് കഴിഞ്ഞ് അവള് ഫ്രണ്ടിൽ നിൽക്കണ്ടാവും നമ്മള് വരുമ്പേ. ചോക്ക് അവളെന്താ കാണിക്കാം. നീ എന്താ ചോട്ട് പറഞ്ഞു പറഞ്ഞു. ഞാൻ എന്തായാലും മണ്ടില്ലാട്ടോ. ഞാൻ തപ്പിട്ടിട്ട് അകത്തോട്ട് കയറി പോവാ. നീ വേറെ പോരെ. ചോട്ട് റൈഡ് ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. ആ ഭാഗമായി ഇഷ്ടപ്പെട്ടു. എന്നാ ഭാഗം അകത്തോട്ട് പോവാം. ഇവിടെ നിൽക്കാൻ എന്തിനാ. അകത്ത് വിട്ട് നമുക്ക് സംസാരിക്കാം. എനിക്ക് ഭയങ്കര ക്ഷീണം. അത്ര മന്തി പിടിച്ചല്ലേ നമുക്ക്. നീ ഒന്ന് കുറച്ചേരം കിടന്നു നോക്കണ്ട. എന്റെ പുറകെ പോരെ. നമുക്ക് അവിടെ പോയി കിടക്കാം. അവള് പുറകെ അതാണ് നല്ല പരിപാടി. ചോട്ട് വന്നില്ലേ?